വിശ്വാസത്തോടെ നടന്നിടാം. കർത്താവേ എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. ആദ്യ പെന്തക്കോസ്തായിൽ നീ നായികയായല്ലോ, ഇനി ഒരു മുത്തൻ പെന്തക്കോസ്താ ലോകമൊരുക്കണമേ, കൃപയുടെ വീണ് നിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിയാഴട്ടെ. ആദ്യ പെന്തക്കോസ്തായിൽ നീ നായികയായല്ലോ, ഇനി ഒരു മുത്തൻ പെന്തക്കോസ്താ ലോകമൊരുക്കണമേ, കൃപയുടെ വീണ് നിറയ്ക്കണമേ. ആഹാ ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിയാഴട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. രണ്ടാം വരവിനമ്മേ ദേവി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. സുവിശേഷം നീ മൂലം കത്തിപ്പടരട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. കർത്താവേ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഘോഷിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ശാപം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചു വളരണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനാൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ ഗീവർഗീസ് സഹോദരയുടെ നൊവേന. നിത്യവും സ്വർഗ്ഗീ വാഴും ഗീവർഗീസ് പുണ്യവാനേ, സ്നേഹത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കാം. പാപത്തിൽ വീഴിക്കുവാൻ സാത്താന്റെ പ്രേരണകൾ ഉണ്ടാകാതെ കാലാവേ, പ്രാർത്ഥിക്കാൻ പുണ്യവാനേ. കാരുണ്യനാഥനീശോ, പ്രാർത്ഥന കേട്ടിടണേ. സഹരായിൻ മധ്യസ്ഥതയാൽ നന്മകൾ തൂകിടണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗീയ രാജാവിന്റെ വിശ്വസ്ത പടയാളിയും ഞങ്ങളുടെ സഹായമായ വിശുദ്ധ ഗീവർഗീസനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിന്റെ ഓർമ്മയെ ഭക്തിയോടുകൂടി കൊണ്ടാടുന്ന എല്ലാ വിശ്വാസികളെയും നിന്റെ മധ്യസ്ഥതയാൽ കാത്തുരക്ഷിച്ചുകൊള്ളണമേ. പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ. അങ്ങയുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ഇടയിൽ ഐക്യവും യോജിപ്പും വാഴണമേ. രോഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും കടഭാരങ്ങളിൽ നിന്നും വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ വിശ്രമിക്കുന്നവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കണമേ. അങ്ങയുടെ മധ്യസ്ഥതയാൽ ഭവനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും
ശോകത്തിൽ നിന്നും ഭൂകമ്പങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. കാലാകാലങ്ങളിൽ അനുകൂലമായ കാറ്റും മഴയും നൽകി വൃക്ഷലതാദികളെയും കൃഷികളെയും അനുഗ്രഹിക്കണമേ. അനാവൃഷ്ടിയും അതിവൃഷ്ടിയും കൊണ്ട് വിശ്വസിക്കരുതേ. വിശുദ്ധ ഗീവർഗീസ് സഹതായി അങ്ങയുടെ മധ്യസ്ഥതയാൽ സകലജാതികളും കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ ഓർമ്മയും മധ്യസ്ഥതയും ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ പിതാവേ ഈശോയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിശുദ്ധ ഗീവർഗീസായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങേ മാധ്യസ്ഥം വഴി ദേവജനത്തെ മുഴുവൻ ക്രൈസ്തവ വിശ്വാസത്തിൽ തീഷ്ണതയുള്ളവരാക്കി തീർക്കുന്നതാണ്. വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും സ്നേഹവും ശരണവും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുവാൻ സഹായിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൈശാചിക ബന്ധത്തിൽ കഴിയുന്ന എല്ലാവരെയും വിമുക്തരാക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ശത്രുത, കൊലപാതകം, വെറുപ്പ്, മദ്യാസക്തി എന്നിവയിൽ അടിമപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ദൃശ്യമായ സഹായവും ആശ്വാസവും എത്തിച്ചു തരുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവാഹപ്രായമായവർക്ക് ഉത്തമരായ വധൂവരന്മാരെ ലഭിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം തുറന്നു കൊടുക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരസ്പരം ഭിന്നിച്ചു കഴിയുന്ന ഭാര്യാഭർത്താക്കന്മാരെ സംയോജിപ്പിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഹങ്കാരം, കോപം, ജഡികാസക്തി, ദ്രവ്യാസക്തി എന്നിവയാൽ ബന്ധിതരായവരെ മോചിപ്പിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിലും കലഹത്തിലും കഴിയുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഈശോയുടെ സ്നേഹത്തിന്റെ ശക്തിയാൽ യോജിപ്പിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗം, വാർദ്ധക്യം, ഏകാന്തത എന്നിവയാൽ ക്ലേശം അനുഭവിക്കുന്നവരെ പരിരക്ഷിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ഭരണകർത്താക്കളെ നീതിബോധവും മനുഷ്യസ്നേഹവും ഉള്ളവരാക്കി തീർക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മുടെ ജീവിതത്തെ അലട്ടുന്ന ആത്മീയവും ലൗകികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയെയും പരിശുദ്ധ പിതാവിനെയും മേൽപ്പട്ടക്കാരെയും സന്യാസികളെയും അനുഗ്രഹിക്കുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവനീതിക്കനുസൃതം ജീവിക്കുന്നതിനും അവിടുത്തെ കാരുണ്യപൂർവമായ നിത്യവിധി ലഭിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുന്നതിന് വിശുദ്ധ ഗീവർഗീസ് സഹതായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സദായുടെ മധ്യസ്ഥതയിൽ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായേ അനുഗ്രഹിക്കണമേ, മിശിഹായേ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായേ നമ്മുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ നമ്മുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥപിതാവായ ദൈവമേ, ഞങ്ങളെ
ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഗീവർഗീസ് സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായ്ക്ക് വേണ്ടി പീഡകൾ സഹിച്ച സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മശക്തിയാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ സംരക്ഷകനായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ അലങ്കാരമായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവികളുടെ സങ്കേതമായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭവനങ്ങളുടെ സംരക്ഷകനായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബലഹീനതയിൽ കരുണയോടെ താങ്ങുന്ന സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാരങ്ങളിൽ വിടുതൽ നൽകുന്ന സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭഗവാനായ സർപ്പത്തെ നശിപ്പിച്ച സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതർക്ക് ആശ്വാസമായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേണ്ടി പോരാടിയ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രഹസ്യവും പരസ്യവുമായ നൊമ്പരങ്ങൾക്ക് സൗഖ്യം തരാൻ പ്രാപ്തിയുള്ളവനായ സഹോദരായേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവങ്ങളായ ഈശ്വരനെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഓരോ പാപങ്ങൾ നീക്കുന്ന ദൈവങ്ങളായ ഈശ്വരനെ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഓരോ പാപങ്ങൾ നീക്കുന്ന ദൈവങ്ങളായ ഈശ്വരനെ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തൻ മഹോന്നതമായ ദൈവമേ, അങ്ങയുടെ ശരീരം സകലപീഡകൾക്കും സഹിച്ച അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസിന്റെ പ്രാർത്ഥന ഞങ്ങൾ ഇങ്ങോട്ടേക്കണമേ. കർത്താവേ, സർവ്വസമസ്തമായി തിരുസന്നിധിയിൽ നോക്കുന്ന ശരീരമലിനമായ പാപകടങ്ങൾ ക്ഷമിക്കണമേ. വിശുദ്ധ സഭയെയും പരിശുദ്ധ പിതാവിനെയും മേൽപ്പെട്ട കാലയും സന്യാസിയെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരെയും വാഴ്ത്തി സ്തുതിക്കണമേ. സത്യവിശ്വാസത്തിൽ നിലനിൽക്കണമേ. ഞങ്ങളെ എല്ലാവരുടെ ഭാഗത്തെയും ആടുകളോടുകൂടി ചേർക്കണമേ. സാത്താനുകളുടെ കാത്തിരക്ഷിക്കണമേ. കഷ്ടപ്പാടിൽ നിന്നുണ്ടാകുന്ന കടപ്പാടുകളിൽ നിന്നും സമർപ്പിക്കുന്നു. സ്നേഹിക്കപ്പെട്ടവരെ, നോവിന വിശ്വസനയുടെ പ്രാർത്ഥനയുടെ പര്യവസാനിച്ച തിരുനാളിന്റെ അവസാന പ്രദക്ഷിണത്തിന് വേണ്ടി നമ്മൾ ദേവാലയത്തിൽ നിറങ്ങുകയാണ്. അതിന്റെ ക്രമീകരണം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഫ്രണ്ടില് കുരിശ് ഈ വർഷങ്ങളിൽ തിരിക്കാനും അതിന് പുറമെ ആൺകുട്ടികളും പെൺകുട്ടികളും അതിന് തൊട്ടുപിറകിലായ സ്ത്രീകളും അതിന് തൊട്ടുപിറകിലായ പുരുഷന്മാരും പോകി അതിന് പുറകെ ശ്രീവായ വൈദികനും നടത്തുന്ന ക്രമീകരണത്തിന് പോകാനാണ് ശ്രമിക്കും. വടക്കേ വാതിൽ വഴി ഇറങ്ങി പുരുഷനടികൾ പോയി നടത്തി അതിനുശേഷം തിരിച്ച് പള്ളിക്ക് പൂർണ്ണമായി പ്രദക്ഷിണം വെച്ച് കിഴക്കേ വാതിൽ വഴി അകത്ത് പ്രവേശിക്കുക. അതിനുശേഷം ശ്രീബാലയുടെ ആസ്വാദ ഭാഗത്തിനോട് ദേവാലയത്തിൽ നിന്ന് സ്വീകരിച്ച് കൈകൊട്ടി പുറത്തിറങ്ങി കൊടിയിറങ്ങി നടത്തുന്നത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്തു. പ്രദർശിപ്പിക്കുകയാണ് ക്രമീകരണങ്ങൾ ചെയ്തത്. സ്വസരാജ്യ സിംഹാസനമേ സ്ഥിതി ചെയ്യുന്നവനേ സർവ്വജനരാജൻ
ആണികൾ മൂന്നേറ്റു പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമല്ലവനോ നിലകാരുകൾ പോൽ
ഒരുപോലിഞ്ഞും മാർഗീവറുകെ സഹദാ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സ്ത്രീകൾക്കും ഭാഗ്യം സകലേർക്കും പോലെ ബ്രോവൽ റൂഹോ താദീശോ പരിശുദ്ധന്മാരെ നിങ്ങൾ മുന്നോട്ട് വാ. Samantha,
പെരുന്നാൾ പണ്ഡിത ഉന്നത കുലജാത തൈത സമ്പാദ്യം സദനം വിട്ടുവിതരം വിസ്മൃതാരണ കാതമേ ജീവിതം വഴികാട്ടി ജീവനുപേക്ഷിച്ചും ജയമകുടം പ്രാപിച്ചവനെ സർപ്പത്തെ ഹിംസിച്ചവനെ അടികളിൽ
അവരെ നമ്മുടെ ഏറ്റവും അത്ഭുതമായി കുടിയേറി അവസാനിക്കുമ്പോൾ ഏറെ അനുഗ്രഹത്തിന്റെ ദിനങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. ഞായറാഴ്ച കുടിയേറ്റം നല്ല കാലാവസ്ഥ നമുക്ക് നൽകി. അതേപോലെ പ്രസംഗങ്ങളുടെ വാർഷികമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു. തുടർന്ന് 2 ദിവസം സുവിശേഷ പ്രസംഗവും വിശുദ്ധകുർബാനയും ചേർന്ന എല്ലാവർക്കും ഇന്നലെ ഭക്തിപരമായ ആസ നമ്മുടെ ജംഗ്ഷനിൽ തുടങ്ങി നമ്മുടെ ദേവാലയത്തിലേക്ക് ബന്ധപ്പെട്ട കൊച്ചി ലക്ഷ്യമായുള്ള നദി അവസ്ഥയിലെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അച്ഛൻ്റെ സെമിനാരിയിൽ 3-ാം വർഷം ആയിരിക്കുന്ന സമയത്ത്, ഇവിടുത്തെ സ്വീകരണമായിരിക്കുന്ന സമയത്ത് അച്ഛൻ റോമിലെ പഠനമൊക്കെ കഴിഞ്ഞ് കാനഡോയിൽ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ട് ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു പ്രദേശങ്ങളിലായിട്ടാണ് ആദ്യം വരുന്നത്. ആ സമയത്ത് വളരെ സിസ്റ്റമാറ്റി കാനഡ അച്ഛൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അറിവോടും ചേർന്ന് കൊച്ചു പ്രദേശങ്ങളിലേക്ക് ഏറ്റവും സ്നേഹ വാത്സല്യത്തോടുകൂടിയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ വർഷവും അക്കാദമിക്കിന്റെ മീറ്റിംഗിൽ ഓരോ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ ഞങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിട്ട് വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ രീതിയിൽ വരികയും ഞങ്ങളെ എല്ലാ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ബഹുമാനപ്പെട്ട ഒരു അച്ഛനെയാണ് എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം അച്ഛനെ ഒരു ഇടവാകം കൂടിയാണ് അച്ഛൻ അവിടെ തിരുനാളിന്റെ സമാപന ദിവസമാണ്. എന്നാൽ അവിടെ പോകാതെയാണ് ബഹുമാനപ്പെട്ട ജനറൽ കടന്നു വന്നത്. ഈ അവസരത്തിൽ ഏറ്റവും സ്നേഹത്തോട് വടക്കോടും ദേവാലയത്തിന്റെ നന്ദി കൃത്യമായി വിവിധ ദിവസങ്ങളിൽ കടന്നു വന്ന എല്ലാ വൈദികരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഓർക്കുകയാണ്. തിങ്കളാഴ്ച വിശുദ്ധ കുർബാന അനുസരിച്ച് അതേപോലെ ജില്ലാധികാരിയായ ജോസ് കളവിലച്ചൻ, ഏഷ്യയുടെ രൂപത ആവേശായച്ചൻ, അതേപോലെ ദീപസ്വാമലച്ചൻ സഹായിക്കുവാനായി പരമേശ്വരൻ കടന്നു വന്നു. ഇതേപോലെ ഇവരുടെ ഉണ്ടായിരുന്ന കൈകളിലേക്ക് വെച്ചും തോമസ് കൈകളിലേക്ക് വെച്ചും ഫാദർ സജി മാടമ്പ ലക്ഷ്മി കടന്നു വന്നവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് നേരുകയും പ്രാർത്ഥനകൾ ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ വിവിധ ഭക്തസംഘടനകളുടെ ചുമതലയുള്ളവർ ഭക്തസംഘടന വാർഷികമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് അമ്മമാര്, കുഞ്ഞുങ്ങള്, എല്ലാവരും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞാൻ അന്നേ ദിവസം പറഞ്ഞിരുന്നു, എല്ലാം അമ്മമാരെ ക്യാപ്ഷൻ കൂടി സെൻസിറ്റീവായിട്ടിരിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്ന ഒരു ഓൾറെഡി ആക്റ്റീവാണ്, അതിലൂടെ കുറച്ചും കൂടി ചെയ്യണമെന്നുള്ള പ്രചോദനം നൽകിയ ഭക്തസംഘടനയെല്ലാം പ്രത്യേകിച്ച് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയൊക്കെ സമർപ്പിക്കുന്ന അവസരത്തിൽ ദേവാലയത്തിന് വേണ്ടിയുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതേപോലെ കമ്മിറ്റി അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ നമുക്കറിയാം, പുതിയ കമ്മിറ്റികൾ വരുന്നതിന് മുമ്പ് തിരുനാളോടനുബന്ധിച്ച് പഴയ കമ്മിറ്റിയെ മുമ്പോട്ട് പോകാനുള്ള ക്രമീകരണമായി കമ്മിറ്റികളുണ്ട്. ഈ വർഷങ്ങളിലൊക്കെ തിരുനാളോടനുബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങളോടും അവരോട് ചേർന്ന് ഇടപെടൽ ട്രസ്റ്റിക്കും അതേപോലെ സെക്രട്ടറിക്കും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു. അതേപോലെ നമ്മളെ സഹായിച്ച പ്രിയപ്പെട്ടവരായ ഒത്തിരി ആളുകളുണ്ട്. നമ്മുടെ നാട്ടുകാരൊക്കെ നമ്മുടെ തിരുനാളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളൊക്കെ നമ്മോട് ചേർന്ന് ഈ ദേശത്തിന്റെ തിരുനാളായപ്പോൾ ഒത്തിരി നാട്ടുകാരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നു. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ആസാം വെട്ടൂർ പ്രദേശത്തുള്ള കുട്ടികളുടെ ദേവാലയത്തിന്റെ കുരിശിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. അവിടെ ബഹുമാനപ്പെട്ട സജീവിന്റെ നേതൃത്വത്തിൽ കുമ്പഴ ദേവാലയത്തിന്റെ അംഗങ്ങളൊക്കെ നമ്മളെ കൃത്യമായി സ്വീകരിക്കുകയും നമുക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. കുമ്പഴ ദേവാലയത്തോടും അതിനോട് ചേർന്നുള്ള ഇടവാങ്ങുന്നു. പ്രത്യേകിച്ച് കുർബാനയിലും ഇന്നലെ രാഷ്ട്രീയത്തിലൊക്കെ കുമ്പഴയിലെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളോട് ചേർന്ന്
ക്ലാസ്സിൽ പങ്കെടുത്തത് അവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് നേരുകയും ചെയ്തു. ക്ലാസ്സിൽ ജോസഫ് ഏകദേശം എല്ലാ സംവിധാനം ചെയ്യുവാനൊക്കെ പ്രത്യേകമായിട്ട് ജോസഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുള്ള നന്ദി ജോസഫ് പ്രത്യേകമായിട്ട് നൽകുകയും ചെയ്തു. ക്ലാസ്സിലെ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും വേണ്ടി വാഹനങ്ങളൊക്കെ ഒരുക്കുന്ന ശ്രീ ശുഭു ചാനൽ എന്ന ആ വ്യക്തിയോടും കുടുംബത്തോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് നൽകുകയും ചെയ്തു. മറ്റു ക്രമീകരണം ചെയ്തുള്ള ചെണ്ടമേളം ബാൻഡുമേളൊക്കെ അവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് നേരുന്നു. ശബ്ദവും വെളിച്ചം ഒരുക്കി നൽകി സഹായിച്ച ശ്രീ സുരേഷ് വി കെ വി സൗൺസിനോടും സഹപ്രവർത്തകരോടുമുള്ള ഇടവേളയിലുള്ള നന്ദി പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദ്യുതി ഭക്ഷണമൊരുക്കി നൽകിയ ശ്രീമതി ശ്രീകാര്യ കൈകാര്യത്തിലും സിജി ഗുരുമാരെ ഡോക്ടർ ദക്ഷിണാൻ ശങ്കരത്തിൽ സിജി കൈകാര്യ ശ്രീ മാത്യു ശങ്കരത്തിൽ ഇതിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ചെയ്യുന്നു. നേരത്തെ വർഷം തയ്യാറാക്കാൻ സ്വീകരിച്ച കമ്മിറ്റി അംഗങ്ങൾ മറ്റ് മുതിർന്നവരൊക്കെ വന്ന് സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പ്രിയപ്പെട്ട എല്ലാവരും കുടുംബത്തോടുള്ള നന്ദി ഈ അവസരത്തോടെ പ്രത്യേകമായിട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട ഈ സദസ്സും കുഞ്ഞുങ്ങൾ ഞാൻ ഇന്നലെ ഇവിടെ നാളുമായി ബന്ധപ്പെട്ട് രാവിലെ വന്നപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങളെ രാവിലെ വന്ന് പള്ളിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുതിർന്നവരോട് ചേർന്ന് കൊടി കെട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള സദസ്സും കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നന്ദി പറഞ്ഞു. ഈ അവസരത്തിൽ എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള ഞാൻ അവരോട് പറഞ്ഞിട്ടുമുണ്ട് കുറച്ച് കൊടിയൊക്കെ രാത്രിയിലും ഇന്നലെ രാത്രിയിലും 10:30 ശേഷവും ഇവിടെ ക്രമീകരണം ചെയ്ത സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ രാത്രി പോയിട്ട് അസൈൻമെന്റ് കൊടുത്തിട്ടാകുമ്പോൾ ഞാൻ കുറച്ച് പതാകയൊക്കെ ക്രമീകരിച്ചത് അത് ഞാൻ കൃത്യമായിട്ട് ഏൽപ്പിക്കണം പറഞ്ഞപ്പോൾ ഓക്കെ ചേട്ടാ ഈ വീട്ടിൽ പറഞ്ഞിട്ടാണ് നൈറ്റി പോയത്. അവര് ഏറ്റവും സ്നേഹത്തോടെ നോക്കി അവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് നേരുകയും ചെയ്യുന്നു. ഞാനെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ അത് ഓർത്ത് പറയുന്നതായിരിക്കും. കാര്യമായപ്പോൾ വിട്ടുപോയിട്ടില്ല. എല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്തു. ഒരു വിവരം കൂടി അറിയിച്ചുകൊണ്ടിട്ട് നമ്മുടെ ഇടവാങ്ങുമായ നമ്മുടെ അനുശ്വരി എന്നെ മാറ്റി വിളിച്ചാൽ ഇന്നലെ വൈകുന്നേരം വിദ്യാർത്ഥിയായ വിവരം നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ അറിയിക്കുകയും ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ പിന്നീട് കുടുംബാംഗങ്ങളെ അറിയിക്കും. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഭവനത്തിന് സന്ധ്യ പ്രാർത്ഥന ഉണ്ടായിരിക്കും. അതിന് കഴിവുള്ള എല്ലാവരും എത്തിച്ചേരുന്നവരും അറിയിക്കുകയും ചെയ്യും. സംസ്കാരത്തിന്റെ ക്രമീകരണങ്ങൾ നമുക്കോട് ആലോചിച്ച് മക്കളൊക്കെ നമ്മൾ ചെയ്യുന്ന സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യും. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും തീരുമാനം ശ്രദ്ധിക്കുകയും ചെയ്യും. നമ്മുടെ വികാരിച്ച് നമ്മൾ ഓരോരുത്തരെയായിട്ട് ആരെയും വിട്ടുപോകാതെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി. നമ്മൾ കുറെ ആൾക്ക് നമ്മൾ നന്ദി പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ തിരുനാളിന്റെ ആലോചന തുടങ്ങിയ സമയം മുതൽ ഇപ്പോൾ വരെ ഈ തിരുനാൾ ഏറ്റവും ഭംഗിയാക്കി നിൽക്കുന്നതിനായിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചനായ ഗോമേരിയാസ്. ഒരു ചെറിയ കാര്യം പോലും വിട്ടുപോകാതെ വളരെ അതീവ ശ്രദ്ധയോടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ മുഴുവനാണ് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ വികാരിച്ചനായ പ്രിയപ്പെട്ട ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ രാസയ്ക്കും അതേപോലെ ഇന്ന് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത മാലിയോടുള്ള നന്ദി ഭംഗിയായിട്ട് ലൈവിന്റെ ഇതിലേക്ക് ഞാൻ നിൽക്കുന്നു. കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഇരിക്കുക. അതിനുശേഷം കൊടികൾക്ക് നമ്മുടെ ദേവാലയത്തിൽ പുറത്ത് കഴിഞ്ഞിട്ടില്ല വഴി പോകുന്നു എന്നറിയാം. ഉച്ചസമയമാണല്ലോ. ചൂട് കൂടുതലിന് മുമ്പ് വീണ്ടും മുന്നിലേക്ക് പോകാം. ഒറ്റ വാക്ക് മാത്രം. എനിക്ക് വളരെ സന്തോഷം. ഞാൻ ഇടവകയിൽ വന്നിട്ടുണ്ടെങ്കിലും കുറെ നാളുകളായി ഇവിടെ വന്നിട്ട് കോശേഷിന്റെ
അടക്കത്തിന്റെ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് DVS ബന്ധപ്പെട്ട കുട്ടികളെ കാണാൻ പറ്റിയായിട്ട് ഓർമ്മയുണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യം അറിയില്ല. ഒന്നിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കുർബാന അർപ്പിക്കുവാനായിട്ട് അവസരം ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിന് വലിയ അവസരമായിട്ട് കാണുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ 2006 മുതലുള്ളതായ കൃത്യമായ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പുരോഗമനത്തിന് ശേഷം കോർഡിനേഷന് ശേഷം കേരളത്തിന് പുറത്ത് മധ്യപ്രദേശില് ഇപ്പോഴത്തെ ഛത്തീസ്ഗഡില് അവിടെ വിലായി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു നഴ്സിംഗ് കോളേജ് അതിന് ഡയറക്ടറായിട്ടായിരുന്നു 5-6 വർഷത്തോളം. അവിടെ നിന്ന് തിരിച്ച് നാട്ടിൽ വന്ന് മലബാർ മോണ്ടേനി സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്ററും വികാരിയായിട്ട് 2 വർഷം പൂർത്തിയാകുമെന്നാണ് പറഞ്ഞത്. കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങൾ കേട്ടുകാണല്ലേ? കേട്ടോ, കേൾക്കുന്നുണ്ട് അല്ലേ? ശരിയായിരിക്കും. നമുക്കറിയാം പല സമയത്ത് ക്രമീകരണമാണ്. നമുക്ക് അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും തീരുമാനത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ തീരുമാനത്തെ കുറിച്ച് ചർച്ച ചെയ്യാനൊന്നുമില്ല. പിതാവ് എടുക്കുന്ന തീരുമാനം നമ്മളതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ചേർന്ന് നിൽക്കേണ്ടവരാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തില് പ്രിയപ്പെട്ട അച്ഛന്റെ സാന്നിധ്യവും ശുശ്രൂഷയും കൃത്യമായ ഒരു കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ അടയാളമായിട്ട് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഏൽപ്പിക്കുന്ന യോഗങ്ങളിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട അച്ഛന് ശ്രമിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള അച്ഛന്റെ എല്ലാ യോഗങ്ങളിലും ദർശനങ്ങളിലും ശുശ്രൂഷകളിലും സർവശക്തനായ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടവക സമൂഹത്തെ ഒരുപാട് പേരെ ഒക്കെ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട്. പരിചിതമായ മുഖങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു നാട്ടുകാരത്തിന്റെയാണ്. ചെമ്മരപ്പള്ളി സത്യം പേര് പറഞ്ഞത് വടക്കു പോകുന്ന വീട്ടിലുള്ളതായ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ പെരുന്നാള് നീതിപൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ് പറഞ്ഞത്. മഴ പെയ്യുന്നെങ്കിലും മഴയൊരു തടസ്സമായി മാറിയില്ല. നമ്മള് ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. തമ്പുരാനോട് നടത്തത്തെ എല്ലാവരെയും കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നിങ്ങളൊക്കെ സഭയോട് ചേർന്ന് വിശ്വാസത്തോട് ചേർന്ന് മാതൃകാപരമായ ക്രൈസ്തവ ജീവിതത്തിന്റെ ചൈതന്യത്തിന് മുന്നോട്ട് വളർന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പെരുന്നാളിന്റെ ആശംസകളെ സഹായി പോലെ ധൈര്യമുള്ളവരായിട്ട് ഭയപ്പെടേണ്ട കാര്യങ്ങളല്ലേ ഇവിടെ ഭയം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തില് ഒരുപക്ഷെ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്യുന്നവർ മാത്രം ഭയപ്പെട്ടാൽ എന്നാണെങ്കിൽ ധൈര്യത്തോടുകൂടെ സധൈര്യം യേശുദായെ പോലെ വിശ്വാസത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകുന്നതിന് ആരുടെ മുഖത്ത് നോക്കിയും സുവിശേഷം പറയുന്നതിനും സുവിശേഷം ജീവിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ആ ധൈര്യമാണ് സഭ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന സമയം വരെ സധൈര്യം ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാൻ മുന്നോട്ട് പോകുവാൻ സുരക്ഷിതനായ ദൈവം യൂറിയസിലൂടെ കൃപ തന്ന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പെരുന്നാളിന്റെ മക്കളങ്ങൾ ഇവിടെ ആയിരിക്കും എല്ലാവർക്കും ആകാശവും ഭൂമിയും ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന നമ്മളെല്ലാവരെയും ദൈവമായിപ്പെടുത്തട്ടെ. നിങ്ങളെയും ദൈവമായിപ്പെടുത്തട്ടെ. ബലഹീനമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സിംഹാസനത്തിൽ നിന്നാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ദേവാ
ആകാശഭൂമി സൃഷ്ടാവിന്റെ കൃപയാലും ഓരോരുത്തരും അനുഗ്രഹിക്കുന്നവരാകും. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പെരുന്നാള് കൂടിയാണ്. സ്നേഹത്തിൽ കൂടി എല്ലാവരും പങ്കിട്ടേ പോകാം. സാറേ നമ്മളൊരു എല്ലാ ദിവസവും വായിക്കുമ്പോൾ എല്ലാ ദിവസവും ബാങ്കിൽ കൂട്ടിയിട്ടുണ്ട് നമ്മൾ മരം കിടക്കും ഇപ്പൊ അവർക്ക് വന്നായിരുന്നു. അതെ എനിക്കറിയാം പിന്നെ ഞാൻ ചെറുപ്പം പോലെ അച്ഛനെ കാണാം. ഓക്കെ കണ്ട വളരെ സന്തോഷം. ഓക്കെ പള്ളിക്കടയൊക്കെ എടുക്കും കേൾക്കാൻ പറ്റില്ല. നോക്കിയിരിക്കുവായിരുന്നു. ഓക്കെ നമ്മുടെ പെരുന്നാളുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നേർച്ച വിളമ്പിന്റെ സമയം. നേർച്ച വിളമ്പുമ്പോൾ ഈ വർഷത്തെ വന്നോ ഈ വർഷത്തെ നമ്മുടെ സാർ പെരുന്നാൾ അവസാനിക്കുകയാണ്. ഈ അടുത്ത വർഷം ഇതിലും നല്ലതായി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കണം. ദയവായി കർത്താവ് അനുവദിക്കട്ടെ എന്ന് അധികമായി ആഗ്രഹിക്കുന്നു. ഇങ്ങോട്ട് വാ, മോൻ മുന്നവാ, അടുത്ത് പിന്നെ മുന്നവാ, ഒരാൾ മുന്നവാ, ഒരാൾ മുന്നവാ. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഈ വർഷത്തെ ഗുരുസാറുടെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ ലൈവ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ നമ്മുടെ പള്ളിയുടെ വീഡിയോ കൂടെ വെച്ചിട്ട് ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഗുരുസാറുടെ പെരുന്നാള് ഇതിലധികം സന്തോഷത്തോടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഗുരുസാറുടെ അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ലൈവ് വീഡിയോ അവസാനിപ്പിച്ചു.